നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ വിഷമിക്കരുതെന്ന് ഈ സമയത്ത് പറയാനാവില്ല. ജന്മം തന്ന അമ്മയുടെ മരണം മക്കളുടെ പാതി മരണം തന്നെയാണ്. കവിതയൊന്ന് വന്നേ. കവിത, എന്താ കാര്യം? എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന്? ഇത്ര പെട്ടെന്ന് അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? അമ്മ ടെറസിലേക്ക് കയറിപ്പോയതാ, അപ്പോഴാ ഇത് സംഭവിച്ചത്. അമ്മ അങ്ങനെ ടെറസിൽ പോകുന്ന പതിവില്ലല്ലോ. പതിവില്ല, പക്ഷെ അമ്മ ഇന്നലെ പോയി. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അമ്മ ടെറസിലേക്ക് പോവാ. അവിചാരിതമായി ടെറസിൽ നിന്നും വീഴുക, അപ്പൊ തന്നെ മരിക്കുക. എന്തോ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സംഭവത്തിന് പിന്നിൽ ചില നാടകങ്ങളൊക്കെ ഉണ്ട്. നാടകങ്ങളോ? അമ്മയുടെ ഈ ചടങ്ങൊന്ന് കഴിയട്ടെ, എല്ലാം ഞാൻ വെളിപ്പെടുത്തും. എന്തായാലും എന്നോടത് പറഞ്ഞൂടെ? എന്താ ശരിക്കും അമ്മയുടെ മരണത്തിൽ സംഭവിച്ചത്? ഗൗരി പറഞ്ഞതുപോലെ കുറച്ച് ദുരൂഹതകളുണ്ട് അമ്മയുടെ മരണത്തിൽ. അമ്മ ടെറസിൽ നിന്ന് വീഴുന്ന സമയത്ത് ലച്ചു ടെറസിലുണ്ടായിരുന്നു. ലച്ചു അപ്പൊ എന്തിനാ ടെറസിലേക്ക് പോയത്? ഞാൻ ചോദിച്ചപ്പോ ഉണക്കാനിട്ടിരുന്ന തുണിയെടുക്കാൻ പോയിന്നാ പറഞ്ഞേ. അപ്പോ ലച്ചു തുണിയെടുക്കാൻ പോകുന്ന സമയത്ത് അമ്മ അവിടെ ചെന്നു. ടെറസിൽ നിന്നും താഴേക്ക് വീഴുകയും ചെയ്തു അല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയില്ലാതായത്. ഈശ്വര, എന്തൊക്കെ ഇവിടെ സംഭവിച്ചത്? എന്റെ അമ്മ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ ഭഗവാനെ. കവിതയുടെ ഈ സങ്കടം ശരിക്കും ഉള്ളതാണോ? അതോ എന്തെങ്കിലും രഹസ്യം എന്നിൽ നിന്നും മറയ്ക്കാനുള്ള തന്ത്രമാണോ? എന്ത് രഹസ്യം? ഞാനൊരു സത്യം പറഞ്ഞ കവിത ഞെട്ടരുത്. എന്ത് സത്യം? അമ്മയെ ടെറസിൽ നിന്നും തള്ളിയിട്ട് കൊന്നതല്ലേ? ആര്? എന്തിന്? ഗൗരി എന്തൊക്കെയാ പറയുന്നത്? എങ്ങനെ ഞാനിത് അറിഞ്ഞുന്നാണോ? ഇനിയിപ്പോ ലച്ചു ചെയ്യിപ്പിച്ചായിരിക്കോ? ലച്ചുവോ അതോ കവിതയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.